69,000 കിലോമീറ്റർ ഓടിയ LXi വണ്ടി. AC ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയാണ്. കമ്പനി സർവീസ് തന്നെയാണോ? അതെ അതെ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, വേറെ റീപ്ലേസ്മെന്റ് ഒന്നും. ഓക്കെ. പെട്രോൾ സിംഗിൾ ഓൺഷിപ്പ്, AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ. വാഗണാർ 2014 മോഡലാണ്, LXi വേരിയന്റിലുള്ള വണ്ടി. സ്വിഫ്റ്റ് VXi 2014 മോഡൽ വണ്ടിയാണ്. ഈ വണ്ടിയാണ് 2009 മോഡല്, 29 വരെ പേപ്പറുണ്ട്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനുള്ള നമ്മുടെ ക്രസ്റ്റ് ചോയ്സിലാണ്. നമ്മുടെ കുറച്ച് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ലൊക്കേഷൻ വരെ തിരുവനന്തപുരം പൊട്ടങ്കാവിലാണ്. നമ്മുടെ മിൻരാജ് ബ്രോ ഉണ്ട്. വീഡിയോയുടെ സ്വാഗതം. നമ്മുടെ ക്രിസ്മസ് പ്രമാണിച്ച് എന്തെങ്കിലും ക്രിസ്മസ് പ്രമാണിച്ച് നമ്മൾ ഒരു ഓഫർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു അത്യാവശ്യം ബഡ്ജറ്റല്ല, ഒരു നോർമൽ ഒരു പ്രീമിയം മിഡ് സൈസ് വാഹനങ്ങൾക്ക് ഒരു റോഡ് സൈഡ് അസിസ്റ്റൻസ് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോവുകയാണ്. അതായത് 2015 ശേഷമുള്ള വാഹനങ്ങൾക്ക് 1 വർഷത്തേക്ക് ഓൾ ഇന്ത്യ റോഡ് സൈഡ് അസിസ്റ്റൻസ് ഫ്രീ 1 വർഷത്തേക്ക്. അപ്പം അങ്ങനെ ഒരു ഓഫർ ഉണ്ട്. അപ്പം അവരുടെ നമ്പർ സ്ക്രീനിൽ കാണിക്കാം, അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്മുടെ ലോൺ 2012 മുതലല്ലേ? 2012 മുതലാണ് ലോൺ ഉള്ളത്. അതുപോലെ തന്നെ നമുക്ക് വാറണ്ടി അവൈലബിൾ ആണ്. പക്ഷേ വാറണ്ടി എടുക്കുന്നതിന് 1-2 ക്രൈറ്റീരിയാസ് ഉണ്ട്. 1 lakh കിലോമീറ്ററിന് താഴെയുള്ള വാഹനങ്ങൾ, അതുപോലെ തന്നെ 10 വർഷത്തിന് താഴെയുള്ള വാഹനം, ഇങ്ങനെയുള്ള വാഹനങ്ങൾക്ക് നമുക്ക് വാറണ്ടി കൊടുക്കാവുന്നതാണ്. അതിന് നമുക്ക് അഡീഷണൽ വാറണ്ടിയുടെ പേയ്മെൻ്റ് ആവും. നമ്മൾ കമ്പനിയിലൊക്കെ കൊടുക്കുന്ന സെയിം OEM വാറണ്ടി തന്നെയാണ് കൊടുക്കുന്നത്. അതായത് നമ്മൾ സ്വന്തം ഒരു മാരുതിയുടെ ആണെങ്കിൽ മാരുതിയുടെ ഏത് സർവീസ് സെൻ്ററിലും ഈ വാറണ്ടി സർവീസ് സെൻ്റർ ഷോറൂമിൽ തന്നെ വാറണ്ടി അവൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്റ്റൻഡ് വാറണ്ടി നമ്മൾ കമ്പനിയിൽ നിന്ന് എടുക്കുന്ന പോലത്തെ ഒരു വാറണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാം. അപ്പം നേരെ ഓൾട്ടോ 800 2014 മോഡൽ LXi വണ്ടിയാണ്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ എല്ലാം വരുന്ന മോഡൽ. ഓൺഷിപ്പ് നിലവിൽ 3rd ആയിട്ടുണ്ട്. 84,000 കിലോമീറ്റർ. സർവീസ് ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയാണ്. കമ്പനി സർവീസ് തന്നെയാണോ? അതെ അതെ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ടയർ കണ്ടീഷൻ വന്നിട്ട് 60% ടയർ ഉണ്ട്. അതെ അതെ, ടയർ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ഓക്കെ. അപ്പോൾ ഓൾട്ടോ 800 2014 വണ്ടി 14 മോഡൽ LXi വണ്ടിയാണ്. നമുക്കിതൊരു 1,78,000 രൂപ കൊടുക്കാം. 1,78. 2014 മോഡൽ വണ്ടി 1,78 കൊടുക്കാം. ഓക്കെ. വേറെ മറ്റു പ്രശ്നങ്ങളൊന്നും കുഴപ്പമില്ല, നല്ല വർക്കിംഗ് ആണ്, നല്ല വണ്ടിയാണ്. ഇപ്പോഴത്തെ കിഡ് 2015 മോഡലാണ്. ഓക്കെ. പെട്രോൾ സിംഗിൾ ഓൺഷിപ്പ്, AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഫുൾ ഓപ്ഷൻ ആണ് അന്നത്തെ. അത്യാവശ്യം നല്ല വണ്ടി, RXi വേരിയന്റ് അത്യാവശ്യം നല്ല വണ്ടിയാണ്. സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരുന്ന മോഡല്. ഓണർഷിപ്പ് കിലോമീറ്റർ സിംഗിൾ ഓണർ 46,000 കിലോമീറ്റർ. കമ്പനി സർവീസ് കമ്പനി സർവീസ്. ഇതിന് പോളിഷ് കൂടെ ചെയ്യാനുണ്ട്. അത് നമ്മളിപ്പോൾ ചെയ്ത് കൊടുക്കാം. അത് വന്നിട്ടേ ഉള്ളൂ വണ്ടി സെയിലിന്. പോളിഷ് ചെയ്ത് കൊടുക്കാം അല്ലേ? വണ്ടി പോളിഷ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീരിയോ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. 2 ഡോർ പവർ AC പവർ സ്റ്റിയറിംഗ് അല്ലേ? 46,000 കിലോമീറ്റർ ഓടിക്കും. 46,000 കിലോമീറ്റർ. ടയർ കണ്ടീഷൻ വന്നിട്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. 4 ടയറും പുതിയതാണ്. മാറിയിട്ടുണ്ട്. 4 ടയറും പുതിയതാണ്. വേറെ ജസ്റ്റ് ബോഡി പോളിഷ് ചെയ്യുമ്പോൾ പക്കയാവും. അത് പോളിഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്ലിയർ ആണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അപ്പോൾ ഇതെങ്ങനെ അതിൻ്റെ പ്രൈസ്? ഈ വണ്ടിക്ക് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 2 ലക്ഷം രൂപയാണ്. 2 ലക്ഷം രൂപ. ഫിനാൻസ് ആണെങ്കിൽ ഒരു 1.25 2 രൂപയിലേക്ക് കയറും. 1.25 മിനിമം കയറും. ചെറിയ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഇറക്കാം. അപ്പോൾ അടുത്ത ഹ്യുണ്ടായി i10 ആണ്. 2009 മോഡലാണ്. വെറും 42,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പോൾ 29 വരെ പേപ്പറുണ്ട്. 29 വരെ പേപ്പറുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. 42,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. നമ്മൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വണ്ടിയാണ്. അപ്പോൾ കറക്റ്റായിട്ട് കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ്. കിലോമീറ്റർ ആണല്ലോ. അതെ അതെ. ഓണർഷിപ്പ് എത്രയായി? നിലവിൽ ഇപ്പോൾ 3rd ആയി. ടെസ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. AC പവർ സ്റ്റിയറിംഗും പവർ വിൻഡോ എല്ലാം വരുന്നുണ്ട്. റീപ്ലേസ്മെന്റോ ആക്സിഡന്റോ ഒന്നുമില്ല. 4 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട്. അതെ അതെ അതെ. അപ്പം ലോ കിലോമീറ്റർ വണ്ടിയാണ്. ജനറൽ കിലോമീറ്റർ അല്ലേ? ഓക്കെ. അപ്പോൾ ഇതെങ്ങനെ അതിന്റെ പ്രൈസ്? 1.25 ചോദിക്കുന്നു. 1.25. 5 വർഷം 4 വർഷത്തെ പുതിയ പേപ്പർ. VXi 2014 മോഡൽ വണ്ടിയാണ്. VXi ആയതുകൊണ്ട് AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവറിന്റെ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി ഉള്ള റെഡ് കളറിൽ വരുന്നൊരു വാഹനം. ഓണർഷിപ്പ് ഈ റെഡ് വാഹനത്തിന് സ്വിഫ്റ്റിന് ഒരുപാട് നോക്കി നടക്കുന്ന വാഹനമാണ്. അപ്പോൾ നമ്മളിൽ അങ്ങനെ റെഡ് വന്നതാണ്. ഓണർഷിപ്പ് കിലോമീറ്റർ? ഓണർഷിപ്പ് നിലവിൽ 2nd ഓണർഷിപ്പാണ്. കിലോമീറ്റർ ഏകദേശം 99, അതായത് 1 ലക്ഷം കിലോമീറ്ററിനകത്ത് റൺ ചെയ്തിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസുമാണ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ. നല്ല കമ്പനി, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ടയർ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ആക്സസറി ഒന്നുമില്ല. പിന്നെ ഇതിന്റെ ഫ്രണ്ട് ഹെഡ്ലൈറ്റ് കണ്ടില്ല, അത് നമ്മളിപ്പോൾ ചേഞ്ച് ചെയ്തതാണ്. ഇതിന്റെ പഴയ ഹെഡ്ലൈറ്റ് നമ്മളതിൽ അവൈലബിൾ ആണ്. അത് കുറച്ച് ഡള്ളായതുകൊണ്ട് നമ്മൾ പുതിയത് 2 മാറിയതാണ്. പക്ഷേ നല്ല വൃത്തിയുണ്ട്. അപ്പോൾ കാണാൻ പഴയതിരിപ്പുണ്ട്. സ്റ്റോക്ക് ഇരിപ്പുണ്ട്. അപ്പോൾ ഇതെങ്ങനെ അതിന്റെ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 3,45,000 കൊടുക്കാം. 3,45 കൊടുക്കാം. ഒരു 3 ലക്ഷം രൂപ ലോണും കൊടുക്കാം. അപ്പോൾ അടുത്തത് ഓൾട്ടോ 800 ആണ്. 2014 ആണ്. 69,000 കിലോമീറ്റർ ഓടിയ LXi വണ്ടി. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ എല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു വണ്ടിയാണ്. ബോഡിയും ഇന്റീരിയറും എക്സ്റ്റീരിയറും എല്ലാം അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ളൊരു വണ്ടിയാണ്. ടയറൊക്കെ പുതിയതാണ്. എല്ലാം ക്വാളിറ്റി ഉണ്ട്. അത്യാവശ്യം ഒന്നും കംപ്ലൈൻറ്റ് പറയാനായിട്ടൊന്നുമില്ല. ഓണർഷിപ്പ് കിലോമീറ്റർ പറഞ്ഞായിരുന്നു? ഓണർഷിപ്പ് നിലവിൽ 2nd ഓണർഷിപ്പിലാണ്. കിലോമീറ്റർ 69,000. ഓക്കെ. LXi ആണ്.
പോരേണ്ട AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട് അല്ലേ? അതെ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, കമ്പനി സർവീസിനാണ്. ആ കമ്പനി സർവീസ് ഉണ്ട്. അത് ഒറിജിനാലിറ്റി ഉണ്ട്, ബോഡി ഷേപ്പ് ഒക്കെ നല്ല ഡെന്റോ കാര്യങ്ങളൊന്നുമില്ല, ഒന്നുമില്ല. അതെ, സ്ക്രാച്ചസ് ഒന്നുമില്ല. അപ്പോൾ എങ്ങനെ അതിന്റെ പ്രൈസ് വരുന്നത്? നമുക്ക് 2 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. 2 ലക്ഷം. അതെ, നെഗോഷ്യബിൾ ആണോ? ചെറിയ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. ഫിനാൻസ് മാക്സിമം ഒരു 1.5 ഫിനാൻസും ചെയ്യും. അടുത്ത വണ്ടി ഇയോണ് 2011 മോഡല്, ലാസ്റ്റ് വണ്ടിയാണ്. മാഗ്ന വേരിയന്റിലുള്ള AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, സ്റ്റീരിയോ, ലെതർ സീറ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ബോഡിയൊക്കെ നല്ല ഹൈ ക്വാളിറ്റി ആയിട്ട് ഉള്ള വണ്ടിയാണ്. ടയറെല്ലാം എബോവ് 70-80% വരുന്നതാണ്. ഓക്കെ, വേറെ പ്രശ്നങ്ങളൊന്നും ഒരു കംപ്ലൈൻറ്റും ഇല്ല, നല്ല ക്ലീൻ വണ്ടി. ഓണർഷിപ്പ് കിലോമീറ്റർ പറഞ്ഞില്ലല്ലേ ബ്രോ? സെക്കൻഡ് ഓണർഷിപ്പാണ്. അപ്പോൾ ഈ വണ്ടി നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 1,40,000 രൂപ കൊടുക്കാം. 1,40,000 ഇയോൺ കൊടുക്കാം. ഓക്കെ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ലാത്ത വണ്ടി, എല്ലാം വർക്കിംഗ് ആണല്ലോ? എല്ലാം വർക്കിംഗ്. മാഗ്ന വേരിയന്റ് അല്ലേ? മാഗ്ന വേരിയന്റ്. ഓക്കെ, അപ്പോൾ ഫിനാൻസ് കയറില്ല? ഫിനാൻസ് കയറാൻ പാടാണ്. വാഗനാർ 2014 മോഡലാണ്, LXI വേരിയന്റിലുള്ള വണ്ടി. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ബോഡിയൊക്കെ നീറ്റാ അല്ലേ? 81,000 കിലോമീറ്റർ ആണ് സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടി. ഓക്കെ, ഓണർഷിപ്പ് കിലോമീറ്റർ പറഞ്ഞായിരുന്നോ? സെക്കൻഡ് ഓണർഷിപ്പ് 89,000 കിലോമീറ്റർ. ഇന്ത്യയിൽ നല്ല ലെതർ സീറ്റ് ക്ലീൻ കണ്ടീഷനിലേക്കാണ്. സ്ക്രാച്ചസ് ഒന്നും ഇല്ല. സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്, നീറ്റാണ്. അതിനകത്ത് LXI ആണ്, 2 ഡോർ പവർ AC പവർ സ്റ്റിയറിംഗ് അല്ലേ? അതെ അതെ. ഓക്കെ, വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല, നല്ല ക്ലീൻ വണ്ടിയാണ്. ഓക്കെ, ടയർ കണ്ടീഷൻ ഒരു 60% ടയർ ഉണ്ട്. അതെ. അപ്പോൾ എങ്ങനെ അതിൻ്റെ പ്രൈസ് വരുന്നത്? ഇത് വരുമ്പോൾ നമുക്കൊരു 2,90,000 രൂപ കൊടുക്കും. 2,90,000. പക്ഷേ വണ്ടി നീറ്റ് അല്ലേ? നല്ല ക്ലീൻ നേരത്തെ നോക്കുമ്പോൾ മനസ്സിലാവും, സ്ക്രാച്ചസ് പോലും ഇല്ല, അത്രയും കണ്ടിട്ട്. ഓക്കെ, ഫിനാൻസ് എത്ര കയറും? ഫിനാൻസ് ഒരു 2-2.25. അപ്പോൾ മിൻറ്റാജ് അടുത്ത വണ്ടി ഹോണ്ട ബ്രിയോ ആണ്. ലേഡീസിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട ചെറിയൊരു വണ്ടിയാണ് ഹോണ്ട ബ്രിയോ. അത്യാവശ്യം നല്ലൊരു ക്യൂട്ട് ലുക്കിലുള്ള ഒരു വണ്ടി. ബാക്കിൽ അവൻ്റെ ഡിക്കി ഗ്ലാസ് ആണ് ഫുൾ ഓപ്പൺ ആവുന്നത്. അപ്പോൾ അതൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വാഹനമാണ്. അപ്പോൾ ഓണർഷിപ്പ് കിലോമീറ്റർ ഇത് സിംഗിൾ ഓണർ, 2013 മോഡൽ, പെട്രോൾ, 80,000 കിലോമീറ്റർ ഓടി, S വേരിയന്റിലുള്ള വണ്ടിയാണ്. ഓക്കെ, റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. സ്റ്റിയറിംഗ് കൺട്രോൾ, പവർ വിൻഡോ, എല്ലാ ഫീച്ചേഴ്സും ഒക്കെ വരുന്ന വണ്ടിയാണ്. സ്റ്റീരിയോ വരുന്നുണ്ടല്ലേ? അതെ അതെ അതെ. ഓക്കെ, അത്യാവശ്യം വണ്ടിക്ക് ഉള്ള ഫീച്ചേഴ്സ് എല്ലാ കാര്യങ്ങളും ഉള്ളതാണ്. ടയർ കണ്ടീഷൻ എല്ലാം ഓക്കെയാണ്. വേറെ വലിയ ചെറിയൊരു മങ്ങലുണ്ടെന്നുള്ളൂ. പോളിഷ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ക്ലിയർ ആയിക്കോട്ടെ, സ്ക്രാച്ചിന്റെ കാര്യങ്ങളൊന്നും ഇല്ല, പോളിഷ് ചെയ്ത് റെഡി ആയി കൊടുക്കാം. ഹോണ്ട ബ്രിയോ നല്ല വണ്ടി, പെട്രോൾ വണ്ടിയാണ്. നമുക്ക് ഹോണ്ടയുടെ എഞ്ചിൻ അറിയാം, ലൈവിടെക് എഞ്ചിനാണ് പറഞ്ഞത്. അത്യാവശ്യം നല്ല എഞ്ചിനാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് ഒരു 2,30,000 രൂപ കൊടുക്കാം. 2,30,000. ഫിനാൻസ് എത്ര വരും? ഫിനാൻസ് ഒരു 1.5-1.25 വരെ ഫിനാൻസ് അറേഞ്ച് ചെയ്യാം. പിന്നെ അടുത്ത വണ്ടി ഓൾട്ടോ ടെസ്റ്റ് കഴിഞ്ഞാൽ ക്വാളിറ്റി ഉള്ള വണ്ടി നോക്കണവർക്ക് പറ്റിയ വണ്ടിയാണ്. 2009 മോഡല്, 29 വരെ പേപ്പറുണ്ട്. ബോഡിയൊക്കെ നല്ല നീറ്റ് അതെ. AC പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്ന മോഡലാണ്. സ്റ്റീരിയോ ഉണ്ട്. LXI ആണല്ലേ? LXI ആണ്, ഫസ്റ്റ് ഓണറാണ്. സിംഗിൾ ഓണർഷിപ്പ് 69,000 ഓടിയിട്ടുള്ളൂ. കിലോമീറ്റർ ആണോ? കിലോമീറ്റർ. ക്ലീൻ വണ്ടി. അത് ബോഡിയുടെ ക്വാളിറ്റി കാണുമ്പോൾ അറിയാൻ പറ്റും. ഓക്കെ, ടയർ കണ്ടീഷൻ കൊള്ളാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഓക്കെ, 29 പേപ്പർ ഉണ്ടല്ലേ? അതെ അതെ. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? വർക്കിംഗ് ആണ്. ഒറിജിനൽ കമ്പനിയിൽ നിന്ന് വരുന്ന ഫാബ്രിക് സീറ്റ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഓക്കെ, നീറ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എങ്ങനെ വരുന്നത്? ഇത് 1,25,000 രൂപ. 1,25,000. അതെ. ഓക്കെ, നെഗോഷ്യബിൾ ആണോ? ചെറിയ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. ഓക്കെ, സാൻഡ്രോ 2012 മോഡല്, അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി. റെഡ് കളറിൽ നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്ന വണ്ടിയാണ്. 75,000 കിലോമീറ്ററാണ് ഓടിക്കുന്നത്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം ഉണ്ട്. ലെതർ സീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ബോഡി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ടയർ 80% ടയർ ഉണ്ടല്ലേ? ടയർ കാര്യങ്ങളെല്ലാം കൊള്ളാം. ഒരു സാൻഡ്രോ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് നോക്കണമെങ്കിൽ ഇതെടുക്കാം. നമ്മൾ ലോ ബഡ്ജറ്റിലുള്ള വണ്ടികൾ ഒരുപാടുണ്ട്, എന്നാൽ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഉറപ്പായിട്ടിരിക്കുന്ന വണ്ടി. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, നല്ല ക്ലീൻ വണ്ടി. ഓക്കെ, അതെങ്ങനെ ഇതിൻ്റെ പ്രൈസ് വരുന്നത്? ഇത് വരുമ്പോൾ 1,60,000 ചോദിക്കുന്നത്. 1,60,000. ഫിനാൻസ് കിട്ടും കേട്ടോ, ഒരു വർഷത്തേക്ക് ഫിനാൻസ് കിട്ടും. മിൻറ്റാജ് നമ്മൾ ഇപ്പോൾ വന്ന പുതിയ സ്റ്റോക്കെല്ലാം കാണിച്ചിട്ടുണ്ടല്ലേ? കുറച്ച് വണ്ടി കുറേ കിടപ്പുണ്ട്. പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് കുറച്ച് വണ്ടികളൊക്കെ ഇപ്പം 2 ദിവസമായിട്ട് ഡെലിവറി, അപ്പോൾ 8 വണ്ടി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് അവർക്ക് വേറെ 2 ഷോറൂമുകളുണ്ട്. ട്രിവാൻഡ്രം ചാക്കയിലുണ്ട്, അതേമാതിരി ചാക്കയിലും പാറശാലയുണ്ട്. ചാക്കയിലൊക്കെ ഒരുപാട് വണ്ടികൾ സ്റ്റോക്ക് അവൈലബിൾ. നമ്മൾ മൊത്തത്തിൽ ഏകദേശം ഒരു 100-120 വണ്ടികളും സ്റ്റോക്ക് ഉണ്ട് ഇപ്പോഴും നിലവിൽ. അപ്പോൾ ഡീറ്റെയിൽസ് അറിയാം, നമ്മളെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ കാർ ലിങ്കിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അതിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ ഡെയിലി അപ്ഡേറ്റ്സ് ഒക്കെ അറിയാം. പേജ് കാർലിങ്ക് എന്നാണോ പേര്? കാർലിങ്ക് TV. ഓക്കെ, അപ്പം ശരി, അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ഹാപ്പി ക്രിസ്മസ്.